ഗാന്ധി ജയന്തി ദിനാഘോഷത്തിന്റെ ഭാഗമായി പുനലൂർ ഗാന്ധി പ്രതിമ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പുനലൂർ തൂക്കുപാലത്തിന് സമീപമുള്ള മഹാത്മജിയുടെ പ്രതിമയിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. എവരെ നോക്കിട്ട് ചടങ്ങിൽ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായ ഡോക്ടർ RV അശോകനെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഇവിടെ 155ാമത് ജന്മവാർഷികം സമുചിതമായി ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ IMAയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ഡോക്ടർ RV അശോകൻ അവർക്ക് പൊന്നാട അണിയിക്കുന്നതിനായി സെൻറ് തോമസ് ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറും അതുപോലെ തന്നെ ധർമ്മരായണ്ണയും ക്ഷണിച്ചുകൊള്ളുന്നു. എല്ലാവരും കൂടെ ചേർന്ന് അടുത്തതായി ഈ ദിവസത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കുന്നതിന് ഗാന്ധിയൻ ഭക്തരെ, ഇവിടെ നമ്മുടെ ഈ ലളിതമായ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, അതുപോലെ തന്നെ നമ്മുടെ ഈ ഹോസ്പിറ്റലിലെ ഗുരുജനങ്ങളെ, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 155ാമത് ജന്മദിനമാണ് നമ്മളിവിടെ സമുചിതമായ രീതിയിൽ ആഘോഷിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിനെ മുൻകൈയെടുത്ത് പ്രവർത്തിക്കുന്നത് ഇവിടെ രൂപം കൊണ്ട ഈ ഗാന്ധിയൻ പ്രതിമാ സംരക്ഷണ സമിതിയുടെ ചുമതലയിലാണ്. മറ്റ് ബഹുജന പ്രസ്ഥാനങ്ങൾ ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട്. ഈ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മുടെ മാതൃരാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാനും അത്ഭുത പ്രതിഭാസവുമായ മഹാത്മാഗാന്ധിജിയുടെ ആ ജന്മദിനത്തിൻ്റെ പ്രാധാന്യം ഉദ്ഘോഷിക്കുന്നതിനും അത് പ്രചരിപ്പിക്കുന്നതിനും വേണ്ടിയാണ്. ജയന്തി ആയാലും നമ്മുടെ ഈ കൊച്ചി പുനലൂർ പട്ടണം എല്ലാ നഗരങ്ങളിലിരുന്ന് വ്യത്യസ്തമാണ്. നമ്മളുടെ ഉള്ളിലുള്ള മൂല്യങ്ങൾ പുനലൂർ പട്ടണത്തിന് പോലെ ഒരു നഗരം ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ എല്ലാ വർഷവും ഗാന്ധിജിനെ ഓർക്കുകയും ഗാന്ധിജിയുടെ തത്വങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു നഗരം ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൻ്റെ എല്ലാ വർഷവും ഇതിനു വേണ്ടിയുള്ള ഈ ചടങ്ങ് നിർവഹിക്കുന്ന സംഘാടകരോട് എനിക്ക് അഭിമാനമുണ്ട്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കാണുന്ന ഈ യുദ്ധങ്ങൾ വീണ്ടും നമുക്ക് ബോധ്യമുണ്ടാക്കുന്നത് ഗാന്ധിയുടെ സന്ദേശം ഇപ്പോഴും റെലവൻ്റാണ്. ഐൻസ്റ്റീൻ പറഞ്ഞത് ഇതുപോലെ രക്തമും മാംസമായിട്ട് ജീവിച്ച ഒരു മഹാൻ ഉണ്ടായിരുന്നോ എന്നുള്ളത് വരുന്ന സന്തതികൾ അവർ അത്ഭുതത്തോട് ആലോചിക്കുന്നുള്ളതാണ്. മാർട്ടിൻ ലൂതർ കിങ് പറഞ്ഞു, ഗാന്ധി റെലവൻ്റ് ആണോ എന്നുള്ളതല്ല, നമുക്ക് ചരിത്രത്തിലെ ഗാന്ധിനെ മറന്ന് ഇനി പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു ചെറിയ വൈഭവമായെങ്കിലും ഈ സംഘാടകർ എല്ലാ വർഷവും ഇതിനെ അഭിമാനത്തോടു കൂടി നല്ല രീതിയിൽ നടത്തുന്നതിന് സന്തോഷമുണ്ട്. ജയന്തി ഈ ദിവസം പുനലൂർ ദേശത്ത് ഈ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ ഈ നല്ലവരായ ഈ നമ്മളോട് ചേർന്ന് ഗാന്ധിയോട് സ്നേഹമുള്ളവരായ എല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടെ വരികയും ഗാന്ധിജിയുടെ പ്രതിമയ്ക്കുള്ളിൽ നിരവധി പുഷ്പങ്ങൾ ആ പൂമാലയിട്ട് അണിയിച്ച് ഗാന്ധിജിയെ നമ്മൾ ഓർക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുകയുണ്ടായി. മഹാത്മാഗാന്ധിജിയെ പോലെ തന്നെ പോർബന്ദിൽ ജനിച്ച അദ്ദേഹം ലോകത്തിന് മാതൃകയായി, നമ്മുടെ രാഷ്ട്രത്തിന് മാതൃകയായി രാഷ്ട്രപിതാവായി തീർന്നു എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. കൂടാതെ ലാൽ ബഹദൂർ ശാസ്ത്രി, അദ്ദേഹത്തിൻ്റെയും ജന്മദിനം ഇതേ ദിവസമാണെന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തിനെയും കൂടി നമ്മൾ സ്മരിക്കുകയാണ്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഗത്ഭരും പ്രശസ്തരുമായിട്ടുള്ള രണ്ട് നേതാക്കന്മാരാണ് മഹാത്മാഗാന്ധിജിയും ലാൽ ബഹദൂർ ശാസ്ത്രിയും. അവർ ഇന്ന് ലോകത്ത് അവരുടെ പ്രവർത്തന മണ്ഡലങ്ങൾ വളരെയധികം പ്രശോഭിക്കുവാനുള്ള അവസരം നമുക്ക് ലഭിച്ചു. ഏറ്റവും അതിപ്രധാനമായ ഒരു സംഭവ ദിവസമാണ് ഇന്ന്. ഗാന്ധിജിയുടെ 155ാമത് ജന്മദിനം ഇന്ത്യയിൽ മാത്രമല്ല ലോകമാകെ ആചരിക്കുന്ന ഈ ഘട്ടത്തിൽ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവപൂർവ്വം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യയെ സമാധാനപരമായ രീതിയിൽ മോചിപ്പിച്ചെടുക്കുവാൻ ഗാന്ധിജി എന്ന മഹാത്മാവിൻ്റെ നേതൃത്വത്തിൽ സാധിച്ചു എന്ന് പറയുന്നത് ഒരു ലോക അത്ഭുതമാണ്. ഗാന്ധിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ഒരു മഹാത്ഭുതമാണ്. സത്യാന്വേഷണ കഥകൾ എന്നുള്ള രീതി, പരീക്ഷണങ്ങൾ എന്നുള്ള പേരിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ സത്യത്തിൽ ലോകം ഒട്ടുക്ക് വായിച്ച് മനസ്സിലാക്കി വരുന്ന ജനതയെ അത് പഠിപ്പിക്കേണ്ട ആവശ്യകതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ലോക ഭാഷകൾ ഉൾപ്പെടെ ഏതാണ്ട് 10 ഭാഷകളിൽ വളരെ പ്രാധാന്യത്തോടുകൂടി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേറ്റവും അഭിമാനം മലയാളിക്കാണ്. ഏറ്റവും കൂടുതൽ പ്രസിദ്ധീകരണം ഉണ്ടായിട്ടുള്ളത്, കോപ്പികൾ ഉണ്ടായിട്ടുള്ളത് മലയാളത്തിലാണ്. അപ്പോൾ അത് നമ്മുടെ വരുന്ന തലമുറയെ പഠിപ്പിച്ച് ഗാന്ധിജിയുടെ മൂല്യങ്ങൾ സംരക്ഷിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതുപോലുള്ള സംഘടനകൾക്ക് കഴിയും എന്നുള്ള കാര്യം യാതൊരു തർക്കവുമില്ല. സെന്റ് തോമസ് ഹോസ്പിറ്റൽ MD ഡോക്ടർ KT തോമസ്, NCP നേതാവ് ധർമ്മരാജൻ, പിറവന്തൂർ ഗോപാലകൃഷ്ണൻ തുടങ്ങിയ വിശിഷ്ട വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് നടന്നത്. തുടർന്ന് ചടങ്ങിൽ മധുരവിതരണവും നടത്തി. ഗാന്ധി പ്രതിമ സംരക്ഷണ സമിതി പ്രസിഡന്റ് PT ഹരീന്ദ്രബാബു ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. സെക്രട്ടറി രാമർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഷാജഹാൻ ആശംസാ പ്രസംഗവും നടത്തി. വിനായക മുരളി കൃതജ്ഞതയും രേഖപ്പെടുത്തി. ചടങ്ങിൽ സെന്റ് തോമസ് ഹോസ്പിറ്റലിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, പൊതുപ്രവർത്തകർ തുടങ്ങിയ സമൂഹത്തിൻ്റെ നാനാതട്ടിലുള്ള ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേർന്നിരുന്നു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.